എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് സോസേജ് റോസ്റ്റ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ പാനാണെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല, ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു. സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ഇത് എണ്ണയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും, കാരണം നല്ല ടേസ്റ്റാണ്. നമുക്ക് റൈസിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ, പൊറോട്ടയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. നമുക്ക് അതുപോലെ തന്നെ വെജിറ്റബിൾ നമ്മൾ ഈ സവാളയൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. സവാളയിൽ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നത് അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. വീണ്ടും നമ്മൾ കാശ്മീരി മുളക് പൊടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് എരിവ് ആവശ്യമില്ലാത്തവർ ഒരുപാട് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്, കുഴപ്പമില്ല. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതും ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണെങ്കിൽ ഒന്ന് വഴണ്ട് വന്നേച്ചാൽ മതി. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ കായപ്പൊടിയും കൂടാണ് ആഡ് ചെയ്തേക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടതായതുകൊണ്ട് വീണ്ടും നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നമ്മൾ കുറച്ച് ഫ്ലെയിം ആണെങ്കിൽ കുറച്ചിട്ടിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. അത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ സോസേജ് നമ്മൾ അരിഞ്ഞത് കൂടെ ആണെങ്കിൽ ഇട്ട് കൊടുക്കാം. സോസേജ് ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞത്. സാധാരണ നമ്മൾ വട്ടത്തിലല്ലേ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മസാലയൊക്കെ ഈ സോസേജിലൊന്ന് പിടിച്ച് വരുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഉള്ളിയും സവാളയും ഒന്നും ആണെങ്കിൽ ഉള്ളിയും സവാളയല്ല, സവാളയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊന്നും അധികം അങ്ങ് വഴറ്റി എടുത്തിട്ടില്ല. നമ്മൾ കറികളൊക്കെ വെക്കുന്ന പോലെ അധികം വഴണ്ട് വന്നിട്ടില്ല. സാധാരണ മുട്ട റോസ്റ്റും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് വഴറ്റി അങ്ങോട്ട് അതിൻ്റെ എണ്ണമയം തെളിഞ്ഞ വരെ വഴറ്റിയെടുക്കും. ഇത് പക്ഷേ ഞാൻ അങ്ങനെ വഴറ്റിയെടുത്തില്ല. ഇതിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ കണ്ടോ എല്ലാം സോസേജിനകത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രേവി ഒട്ടുമില്ല, റോസ്റ്റ് പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഈ സോസേജൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രം ഒരു ഗ്ലാസ് വെള്ളം, അത് ഒരു കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ, ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കൂടിപ്പോകരുത്. ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ആണെങ്കിൽ ആ ഒരു മസാലയൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ലൂസ് ആകാൻ പരുവത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേന് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ ഓൾറെഡി ആണെങ്കിൽ അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സോസേജൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ടാണെങ്കിൽ ഒന്ന് വഴണ്ട് വരട്ടെ, വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത്യാവശ്യം എരിയൊക്കെയുള്ള നല്ലൊരു സോസേജ് ആയിരുന്നു. കടുകാണെങ്കിൽ ലാസ്റ്റിലാണ് നമ്മൾ താളിച്ചെടുക്കുന്നത്. ഏത് കറിക്കാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കടുക് നമ്മൾ താളിക്കുന്ന കറിയൊക്കെ വെന്ത് കഴിഞ്ഞ് ലാസ്റ്റ് കടുക് താളിച്ചൊഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റും അതിനൊരു മണവും ഒക്കെയാണ്. അപ്പം ചിക്കനൊക്കെ ആണെങ്കിലും റോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ബീഫാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ കറികളൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ലാസ്റ്റ് നിങ്ങൾ ഇതുപോലെ കടുക് താളിച്ചിട്ട് നോക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ എളുപ്പവഴിക്ക് വേണ്ടി ആദ്യം തന്നെ കടുക് പൊട്ടിക്കും, പിന്നെ അത് സവാളയൊക്കെ വഴറ്റിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കറികൾക്കൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളുടെ
കറി ഇവിടെ ഓൾറെഡി ആണെങ്കിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അതും ഫ്ലെയിം നിർത്തിയിട്ടില്ല, ഓൾറെഡി ഫ്ലെയിം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കടുക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു വന്നതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്നുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. കാരണം വീണ്ടും പുതിയ വീഡിയോസൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുമല്ലോ. കടുക് താളിക്കാൻ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉള്ളി ഇട്ട് കൊടുത്ത് വഴറ്റുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ കറിവേപ്പയിൽ നിന്ന് ഒടിച്ചെടുത്ത കറിവേപ്പിലയായിരുന്നു. അതുപോലെ തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ സോസേജ് റോസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കടുക് തളിച്ചത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നേരത്തേനാണെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് പിന്നീടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ല മണമായിരിക്കും. ആ ഒരു അടപ്പിക്കൽ തുറന്നിങ്ങനെ ആ കറിക്ക് നല്ല മണമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഇളക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെഡി ആയിട്ടുണ്ട്. സോസേജ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരെല്ലാം ഒന്ന് ചെയ്ത് നോക്കൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.